നമസ്കാരം. വിവാദമായ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് താൽക്കാലിക ആശ്വാസം. കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി ചൊവ്വാഴ്ച വിചാരണ കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന പ്രതികൾ എത്തിയില്ല. പകരം ഹാജരാകാൻ 2 ദിവസത്തെ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രതികളുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഈ മാസം 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകാൻ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് സാവകാശം അനുവദിച്ചു. പ്രതികളായ റോജി അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ എന്നിവരോടാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് നേരിട്ട് ഹാജരാകാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. കേസിൽ വിചാരണയ്ക്കായി നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ച കോടതി പുറപ്പെടുവിച്ച സമൻസ് പ്രതികൾ മുൻപ് അവഗണിച്ചിരുന്നു. തുടർന്ന് കോടതി ഇവർക്കെതിരെ ജാമ്യമില്ലാ വാറന്റും പുറപ്പെടുവിച്ചു. നിയമ നടപടികൾ കടുത്തതോടെ പ്രതികളായ ജോസ്കുട്ടി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും ഈ മാസം 11-നും ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ 13-നും വിചാരണ കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു. പ്രതികൾ നേരിട്ടെത്തി കീഴടങ്ങിയതിനെ തുടർന്ന് കോടതി ജാമ്യമില്ലാ വാറന്റും പിൻവലിച്ചിരുന്നു. തുടർന്ന് കേസിന്റെ വിചാരണ നടപടികളുടെ ഭാഗമായി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി 3 പ്രതികളോടും ചൊവ്വാഴ്ച കോടതിയിൽ നിർബന്ധമായും ഹാജരാകാൻ മജിസ്ട്രേറ്റ് ഉത്തരവിടുകയായിരുന്നു. വയനാട് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിലെ മുട്ടിൽ മേഖലയിൽ നിന്ന് നിയമവിരുദ്ധമായി മുറിച്ചു കടത്തിയ ഈട്ടിത്തടികൾക്ക് സാധുവായ രേഖകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തി കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. 1.40 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കരിമുകൾ മലബാർ ടിമ്പേഴ്സ് ഉടമ MM അലിയാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അമ്പലമേട് പോലീസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ വഞ്ചനാക്കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനും പ്രതികൾക്കെതിരെ വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. അതിനിടെ തങ്ങൾക്കെതിരെയുള്ള വഞ്ചനാ കേസ് നിലനിൽക്കില്ലെന്നും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ജോസ്കുട്ടി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും സമർപ്പിച്ച വിടുതൽ ഹർജികൾ കഴിഞ്ഞ ജൂലൈയിൽ ഹൈക്കോടതി പൂർണ്ണമായും തള്ളി. വിചാരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ വിചാരണ കോടതിക്ക് ഹൈക്കോടതി പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. ഹൈക്കോടതി വിടുതൽ ഹർജി തള്ളിയതോടെയാണ് വിചാരണ കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. എന്നാൽ ചൊവ്വാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ പ്രതികൾ വീണ്ടും ഹാജരാകാതിരുന്നത് വിചാരണ നടപടികൾ വൈകാൻ കാരണമായി. അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരമുറിയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടും നിരവധി കേസുകൾ നിലവിലുണ്ട്. തോട്ടം ഭൂമിയിൽ നിന്നും ഈട്ടിമരങ്ങളടക്കം കോടികൾ വിലമതിക്കുന്ന വൻമരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയ സംഭവം വലിയ രാഷ്ട്രീയ ഭരണതല വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഹൈക്കോടതി അനുവദിച്ച സാവകാശം പൂർത്തിയാകുന്ന ഓഗസ്റ്റ് 20-ന് പ്രതികൾ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരും. അന്ന് കോടതി പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം ഔദ്യോഗികമായി വായിച്ചു കേൾപ്പിക്കുന്നതോടെ കേസിൽ വിചാരണ നടപടികൾക്ക് തുടക്കമാവുകയും ചെയ്യും. എന്തായാലും താൽക്കാലിക ആശ്വാസം മാത്രമാണ്. 20-ാം തീയതി വരെ അവർക്കൊരു സാവകാശം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 20-ാം തീയതി എന്തായാലും ഹാജരാവണം. അന്ന് വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും.